നമസ്കാരം. PSCയിൽ മുൻകാലങ്ങളിൽ നടത്തിയ ചോദ്യങ്ങളും ഉത്തരവും അനുബന്ധ വിവരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യം 1. CE 9-ാം നൂറ്റാണ്ടിൽ മാർസാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏതാണ്? ആൻസർ തരിസാപ്പള്ളി ശാസനം. ഈ ഓപ്ഷൻ എ ജൂതശാസനം എന്താണെന്ന് നോക്കാം. ജൂതശാസനം എന്നാൽ ഭാസ്കര രവിവർമ്മ ജോസഫ് റബ്ബാന് നൽകിയതാണ് ഏത്? ജൂതശാസനം. ഭാസ്കര രവിവർമ്മ ജോസഫ് റബ്ബാന് നൽകിയത് ജൂതശാസനവും മാർസാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശമാണ് ഇത് തരിസാപ്പള്ളി ശാസനം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഓപ്ഷൻസാണ് ഈ തരിസാപ്പള്ളി ശാസനവും ജൂതശാസനവും. മറ്റ് 2 ഓപ്ഷൻസ് അധികം പ്രാധാന്യമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ജൂതശാസനം ആര് നൽകിയതാണ്? ഭാസ്കര രവിവർമ്മ ജോസഫ് റബ്ബാന് നൽകിയതാണ് ഇത് ജൂതശാസനം. തരിസാപ്പള്ളി ശാസനം ആരാണ്? മാർസാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശമാണ്. ചോദ്യം 2. ഭക്രാനങ്ങൾ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. അതിനകത്ത് മറ്റ് ഓപ്ഷൻസിന് വലിയ പ്രാധാന്യമില്ല. ഇനി 3-ാമത്തെ ചോദ്യം നോക്കാം. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരെന്താണ്? ഏതാണ് ആ പത്രം? അൽ ഹിലാൽ. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്കായി അദ്ദേഹം ഉറുദുവിൽ ആരംഭിച്ച പത്രമാണ് അൽ ഹിലാൽ. ഏതാണ്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്കായിട്ട് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരാണ് അൽ ഹിലാൽ. ഇനി ഓപ്ഷൻ ബി യങ് ഇന്ത്യ ആരുടെ പത്രമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ് അല്ലേ. അടുത്ത ഓപ്ഷൻ വന്ദേ മാതരം. വന്ദേ മാതരം ആരുടെ പത്രമാണ്? ലാല ലജ്പത് റോയ്. വന്ദേ മാതരം ലാല ലജ്പത് റോയ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. യങ് ഇന്ത്യ ഗാന്ധിജി. വന്ദേ മാതരം ലാല ലജ്പത് റോയ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കെറൻസ്കി. ആരാണ്? കെറൻസ്കി. റഷ്യൻ വിപ്ലവകാലത്ത് മെൻഷെവിക് പാർട്ടി പിന്തുണച്ചിരുന്ന താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ നേതാവാണ് ആര്? അലക്സാണ്ടർ കെറൻസ്കി. നമ്മുടെ മൻസൂർ അലി സാറിൻ്റെ ഒരു കോഡാണിത്. അതായത് മീൻകാരൻ എന്ന് ഓർമ്മിച്ചാൽ മതി. മെൻഷെവിക് കെറൻസ്കി, മീൻകാരൻ. അങ്ങനെയാണ് ഞാനും ഓർത്തു വയ്ക്കുന്നത്. മെൻഷെവിക് കെറൻസ്കി. അപ്പോഴാരാണ്? ലെനിൻ ഏത് പാർട്ടിക്കാണ്? ലെനിൻ ബോൾഷെവിക്. ആരാണ്? ലെനിൻ ബോൾഷെവിക്. മെൻഷെവിക് കെറൻസ്കിയാണ്. മീൻകാരൻ എന്ന് ഓർമ്മിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലെനിൻ ആരാണെന്ന് ഓർമ്മിക്കാം, ഏത് പാർട്ടിയാണെന്ന് ഓർമ്മിക്കാം? ബോൾഷെവിക് ആണെന്ന് ഓർമ്മിക്കാം. ഓക്കെ, ഈ 2 പാർട്ടി പ്രധാനപ്പെട്ടതാണ്, അത് ഓർമ്മിച്ച് വയ്ക്കുക. മെൻഷെവിക് ആരാണ്? മെൻഷെവിക് ആരാണ്? കെറൻസ്കിയും ബോൾഷെവിക് ലെനിനും. ഓക്കെ. 5-ാമത്തെ ചോദ്യം. 2-ാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏതാണ്? ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷൻ. ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷൻ. ബാക്കിയുള്ള 3 എണ്ണവും 2-ാം ലോക മഹായുദ്ധമാണ്. ഗ്രാൻഡ് ഇല്യൂഷൻ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഷീൻ റെനോയുടെ സിനിമയാണ് ഏത്? ഗ്രാൻഡ് ഇല്യൂഷൻ. ഓക്കെ, ഓർത്തു വയ്ക്കുമല്ലോ. 1-ാം ലോക യുദ്ധം ഒരു ഗ്രാൻഡ് ആയിരുന്നു എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ 2-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഈ ചോദ്യം കാണുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഓർമ്മിക്കാം. പാതിരാ സൂര്യൻ്റെ നാട് അല്ലേ? പാതിരാ സൂര്യൻ്റെ നാട് ഏതാണ്? നോർവേ. അപ്പോൾ പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലവും ഏതായിരിക്കും? നോർവേയിലെ തന്നെ ഹമ്മർഫെറ്റ് എന്ന സ്ഥലത്താണ് പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം. ഓക്കെ അല്ലേ? ഉദയസൂര്യൻ്റെ നാട് ഏതാണ്? ജപ്പാൻ അല്ലേ? ഇനി അടുത്ത 7-ാമത്തെ ചോദ്യം. മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? മാർബിൾ ഏത് തരം ശിലയ്ക്കാണ് ഉദാഹരണം? കായാന്തരിത ശില. ഏതാണ്? കായാന്തരിത ശില. ഇത് അതിതീവ്രമായ ചൂടും സമ്മർദ്ദവും മൂലം രൂപാന്തരപ്പെട്ടാണ് മാർബിൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അതിനകത്തുള്ള മറ്റ് 2 ഓപ്ഷൻസാണ് ഇത്
ആഗ്നേയശിലയും അവസാദശിലയും. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആഗ്നേയശില. ഓക്കെ, ശിലകളുടെ മാതാവാണ് ആര്? ആഗ്നേയശില. ഉരുകിയ മാഗ്മ ലാവ തണുത്തുറഞ്ഞാണ് ഇതുണ്ടാവുന്നത്, ആഗ്നേയശില. ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഏതാണ്? ഗ്രാനൈറ്റ് പറയാം, ബസാൾട്ട് പറയാം, പിന്നെയോ ഡയോറൈറ്റ് ഒക്കെ പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ശിലകളുടെ മാതാവെന്നായിരിക്കാം പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ശിലകളുടെ മാതാവെന്നറിയപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശില. കുറച്ചുകൂടെ ഒരു LD ലെവൽ എക്സാമിനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഓപ്ഷൻസ്, അതായത് ഗ്രാനൈറ്റ് ഓർ ബസാൾട്ട്, ഡയോറൈറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ തൽക്കാലം ഇത് പഠിച്ചു വയ്ക്കാം. അടുത്തത് അവസാദശില. അവസാദശില എന്ന് പറഞ്ഞാൽ നദികൾ, കാറ്റ്, ഹിമാനികൾ തുടങ്ങിയവയുടെ പ്രവർത്തന ഫലമായി പാറകൾ പൊടിഞ്ഞ് ഒഴുക്കിൽപ്പെട്ട് അടിഞ്ഞുകൂടി കാലക്രമേണ കട്ടിയുള്ള പാളികളായി മാറുന്നു. ഇവയാണ് അവസാദശില. എട്ടാമത്തെ ചോദ്യം, ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏതാണ്? കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഏതാണ്? കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഇവ നികുതി നിർണ്ണയിക്കുവാനും വില്ലേജ് ഓഫീസുകളിലും ഉപയോഗിക്കുന്നവയാണ്. അടുത്തതെന്ന് പറയുന്നത് 9ാമത്തെ ചോദ്യം, GPS പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനം ഏതാണ്? IRNSS. ഏതാണ്? IRNSS. വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. GPS ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടെ ഗതിനിർണ്ണയ സംവിധാനമായ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനമായ GPS പകരമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ് ഇത്, IRNSS. അപ്പോൾ ഗലീലിയോ ഏതിൻ്റെതാണ്? ഗലീലിയോ യൂറോപ്യൻ യൂണിയൻ. ഗ്ലോനോസ് ഏതാണ്? ഗ്ലോനോസ് റഷ്യ. ഓക്കെ അല്ലേ? എല്ലാവരും പഠിക്കുക, ക്ലാസ്സുകൾ കാണുക.